ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടറുകളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാക്ക് EMF എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മോട്ടോറിൻ്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുകയും അതിനകത്ത് ഫ്ലക്സിനെ കട്ട് ചെയ്ത് ഫാരഡേസ് ലോ പ്രകാരം, അതായത് അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി പ്രകാരം അതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന EMFൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആർമേച്ചർ കോയിലിനകത്ത് ഇറ്റ്സെൽഫായി ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നത്. ഇത് അപ്ലൈഡ് വോൾട്ടേജിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ അവിടെ ഉണ്ടാവുന്ന ആർമേച്ചർ കറണ്ട് IA എന്ന് പറയുന്നത് എപ്പോഴും IA ഈക്വൽ ടു V മൈനസ് VB ഡിവൈഡഡ് ബൈ RA. അതായത് നോർമലി കറണ്ട് ഈക്വൽ ടു V/R ആണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്, ആർമേച്ചറിനകത്ത് ഇറ്റ്സെൽഫായിട്ടൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ബാക്ക് EMF എന്ന് പറയും. സോ V മൈനസ് VB അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ സീരീസ് മോട്ടറൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോട്ടോഴ്സിൻ്റെ കേസിനകത്ത് സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കൂടുതലായിരിക്കും. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ VB എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ബാക്ക് EMF ഉണ്ടാവുന്നത്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനകത്ത് VB 0 ആയിരിക്കും. സോ ഈ ടേം ഉണ്ടായിരിക്കില്ല. ബാക്കി ഉണ്ടായിരിക്കുക എന്തായിരിക്കും, V മൈനസ് RA. നോർമലി മോട്ടറിനകത്ത് ഉണ്ടാവുന്ന ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വെരി ലോ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി വെരി ലോ. സോ IA കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. സോ അവിടെ ഉണ്ടാവുന്ന മോട്ടോറിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈ സ്പീഡായിരിക്കും. ഇങ്ങനെ ഹൈ സ്പീഡിൽ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഡാമേജസ് വരാൻ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്സൊക്കെ ഊരിപ്പോന്ന് ചില തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോറിനകത്ത് ഉണ്ടാവുന്ന സ്റ്റാർട്ടിംഗ് കറണ്ട് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റാർട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടറിനകത്ത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് സീരീസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. സീരീസ് ഓഫ് റെസിസ്റ്റേഴ്സ് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യും. സോ അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഗ്രാജ്വലി മോട്ടോറിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓരോ റെസിസ്റ്റൻസായിട്ട് നമ്മൾ റിമൂവ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മാക്സിമം സ്പീഡിലേക്ക് എത്തുമ്പോഴേക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആർമേച്ചറിനകത്തൊരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് ഇതൊരു സേഫ് മോഡിൽ മോട്ടോർ റൺ ചെയ്യുകയും ചെയ്യും. പ്രധാനമായും 4 ടൈപ്പ് സ്റ്റാർട്ടേഴ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ, ദെൻ 4 പോയിൻറ്റ് സ്റ്റാർട്ടർ, ദെൻ ഡയറക്റ്റ് ഓൺലൈൻ അല്ലെങ്കിൽ DOL സ്റ്റാർട്ടർ എന്ന് പറയും, ദെൻ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാർട്ടറിനെ കുറിച്ചും വിശദമായി തന്നെ നോക്കാം, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. എന്താണ് ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്? നമുക്ക് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 പോയിൻറ്റ്, അതായത് ഇതിനകത്ത് 3 പോയിൻറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ LFA എന്നിങ്ങനെ 3 പോയിൻറ്റുകൾ നമുക്ക് കാണാം. ഒന്ന് ലൈന്, ദെൻ ഇവിടെ F ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് വരുന്നത്, ദെൻ ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് വരുന്നത്. ഇങ്ങനെ 3 ടെർമിനൽസ് ആയിരിക്കും ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടറിനകത്ത് ഉണ്ടായിരിക്കുക. 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ടായിരിക്കും, ആർമേച്ചർ വൈൻഡിങ് ഉണ്ടായിരിക്കും, ദെൻ ഫീൽഡ് വൈൻഡിങ്ങിൽ നിന്ന് നേരെ അതൊരു നോ വോൾട്ട് കോയിലിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. നോ വോൾട്ട് കോയിലിൻ്റെ അത് ഒരു എൻഡ് നേരെ വന്നിട്ട് ഇവിടെ സീരീസ് ഓഫ് റെസിസ്റ്റേഴ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതർ എൻഡ് വന്നിട്ട് ഒരു ഓവർലോഡ് റിലീസ് റിലേയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു സ്റ്റാർട്ടർ ലിവറാണ്. ദെൻ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പ്രിങ് ഉണ്ടായിരിക്കും. ദെൻ R1, R2, R3 എന്ന് പറയുന്ന സീരീസ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സിമിലർലി
എന്തെങ്കിലും ഹെവി ലോഡ് വന്ന സർക്യൂട്ട് ബ്രേക്ക് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. ട്രയാങ്കുലർ അയൺ പീസും ലിവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കൂടി ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടറിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടർ വർക്ക് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ട്, അപ്പോൾ കറണ്ടിന് അക്രോസ് ആയിട്ട് നമുക്ക് റെസിസ്റ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ലിവർ ഫസ്റ്റ് R1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഹാൻഡ് ലിവർ റൊട്ടേറ്റ് ചെയ്ത് R1 എന്ന് പറയുന്ന ലിവറിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ R1, R2, R3, R4, R5 എന്നീ റെസിസ്റ്റൻസിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് നമുക്ക് അതിനകത്ത് ആക്ട് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കുറവായിരിക്കും. ദെൻ ഗ്രാജുവലി നമ്മൾ ഈ ലിവർ ടുവേർഡ്സ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. R2 എത്തുമ്പോഴേക്കും ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇനാക്റ്റീവ് ആവും. ദെൻ R3 എത്തുമ്പോഴേക്കും പിന്നെ R3, R4, R5 മാത്രമേ ആക്റ്റീവ് ഉണ്ടായിരിക്കുള്ളൂ. R1, R2 ഇനാക്റ്റീവ് ആവും. അങ്ങനെ ഗ്രാജുവലി നമ്മൾ ഇൻക്രീസ്, അതിനനുസരിച്ച് എന്തിൻ്റെ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ആർമേച്ചറിനകത്ത് ഇറ്റ്സെൽഫായിട്ടൊരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ ലിവർ നമുക്ക് മാക്സിമം ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു എൻഡിൽ റൺ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ സോഫ്റ്റ് അയൺ ബാർ, ഇവിടെ ഉണ്ടാകുന്ന നോ വോൾട്ട് കോയിൽ ഇതിനകത്തേക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കും. കാരണം ഇവിടെ ആൾറെഡി ഇതിലൂടെ ഒരു ഫീൽഡ് വൈൻഡിങ്ങിൽ നിന്ന് സപ്ലൈ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്തേക്ക് സോഫ്റ്റ് അയൺ ബാർ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് നിൽക്കുകയും മോട്ടോർ റൺ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ റണ്ണ് ചെയ്യുന്ന കണ്ടീഷനിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഓവർലോഡ് ഈ ഒരു സർക്യൂട്ടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓവർലോഡ് നേരെ വന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ ഓവർലോഡ് റിലീസ് റിലേയിലേക്ക് വരികയും അത് ആക്റ്റീവ് ആവുകയും ചെയ്യും. അങ്ങനെ ഇത് മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴത്തുള്ള ലിവറിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കുലർ അയൺ പീസ് ഉണ്ടായിരിക്കും. ഈ ട്രയാങ്കുലർ അയൺ പീസ് മുകളിലേക്ക് പൊന്തുകയും ഈ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന നോ വോൾട്ട് കോയിൽ ബ്രേക്ക് ആവുകയും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും ഇതിൻ്റെ ഫലമായി ലിവർ ഈ ഒരു എൻഡിൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് അതിനകത്തുണ്ടാകുന്ന റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഇനീഷ്യൽ പൊസിഷനിലേക്ക് റിട്ടേൺ വരികയും ചെയ്യും. അങ്ങനെ ഒരു മോട്ടറിനകത്ത് ഓവർലോഡ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മോട്ടറിനെ സേഫ് മോഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഔട്ട്പുട്ട് ഇതുവഴി വരുന്ന ഓരോ റെസിസ്റ്റൻസും വഴി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കറസ്പോണ്ടിങ് കൺട്രോൾഡ് ആയിട്ടുള്ള ലോഡായിരിക്കും മോട്ടോർ വൈൻഡിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെ മോട്ടോർ നമുക്ക് സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് സിംപ്ലി ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് 4 പോയിൻറ്റ് സ്റ്റാർട്ടറിനകത്തുള്ളത്. 4 പോയിൻറ്റ് സ്റ്റാർട്ടറും 3 പോയിൻറ്റ് സ്റ്റാർട്ടറും സെയിം വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അതിനകത്ത് ഡയഗ്രത്തിനകത്ത് ചെറിയൊരു മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഫീൽഡ് വൈൻഡിങ്ങിന് അക്രോസും ഒരു വേരിയബിൾ റെസിസ്റ്റർ വരുന്നു എന്നുള്ളതാണ് മാറ്റം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 പോയിൻറ്റ് സ്റ്റാർട്ടറുമായിട്ട് സിമിലർ ആണ് 4 പോയിൻറ്റ് സ്റ്റാർട്ടർ, എക്സെപ്റ്റ് ദ നോ വോൾട്ട് കോയിൽ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ സപ്ലൈ മെയിൻ ത്രൂ ദ ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ആർ. ഒരു ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് വഴിയായിരിക്കും ഇത് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. ദെൻ ഇവിടെ എന്തുണ്ടായിരിക്കും, പേര് പോലെ തന്നെ 4 പോയിൻറ്റ്സ് ലൈന് NFA ഫീൽഡ് വൈൻഡിങ്ങിലേക്കുള്ളതും ആർമേച്ചർ വൈൻഡിങ്ങിലേക്കുള്ളതും ഉള്ള കണക്ഷൻസ്, ഇങ്ങനെ 4 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 4 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആസ് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഒരു 4 പോയിൻറ്റ് സ്റ്റാർട്ടറും വർക്ക് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത് നോക്കാം ഒരു DOL സ്റ്റാർട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. DOL സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറയും. ഓക്കെ, ഒരു DOL സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് DOL സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് 2 ഓപ്പറേഷൻസ് ആണ്. ഒന്ന് സ്റ്റാർട്ടിംഗ് കണ്ടീഷനും 2
സ്റ്റോപ്പ് കണ്ടീഷനും. നമ്മളിപ്പോൾ നോർമലി വീടുകളിലൊക്കെ മോട്ടോറുകളൊക്കെ DOL സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ട് ബട്ടണും ഒരു സ്റ്റോപ്പ് ബട്ടണും ഉണ്ടായിരിക്കും. ദെൻ ഒരു നോ വോൾട്ട് കോയിൽ. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മോട്ടർ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ബട്ടൺ, സ്റ്റോപ്പ് ബട്ടൺ, അതിലേക്ക് ഉണ്ടാകുന്ന ഒരു 3 ഫേസ് സപ്ലൈ. ഓക്കെ, 3 ഫേസ് സപ്ലൈ. ഇവിടെ ഒരു നോ വോൾട്ട് കോയിൽ ഉണ്ടായിരിക്കും. നമുക്ക് നോർമലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. നമ്മൾ പുഷ് ബട്ടൺ ഞെക്കി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ഇതുവഴി ഒരു കറണ്ട് പാസ് ചെയ്യുകയും ആ കറണ്ട് നേരെ ഈ നോ വോൾട്ട് കോയിലിനകത്തേക്ക് നേരെ വന്ന് നോ വോൾട്ട് കോയിലിനകത്തേക്ക് വരികയും ഈ നോ വോൾട്ട് കോയിലിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ആക്സിലറി കോണ്ടാക്ട് റിലേ ഈ മാഗ്നറ്റിക് കോയിലിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ ഓവർലോഡ് കൺട്രോൾ 1, ഓവർലോഡ് കൺട്രോൾ 2, 3 അങ്ങനെ 3 കൺട്രോളേഴ്സ് ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യും, നേരെ താഴത്തേക്ക് വരികയും ഇവിടെ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യും, നേരെ കോണ്ടാക്റ്റിലേക്ക് വരികയും ഇതുവഴി കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാത്തിലും എന്തുണ്ട്, ഓരോ റെസിസ്റ്റേഴ്സ് നമ്മൾ അഡീഷണലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓവർ കറണ്ട് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസിസ്റ്റേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ റെസിസ്റ്റർ വഴി കൺട്രോൾഡ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും നേരെ മോട്ടറിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ കൺട്രോൾഡ് ആയിട്ടുള്ള കറണ്ട് മോട്ടറിലേക്ക് എത്തുകയും മോട്ടർ സേഫായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷനകത്ത് നമ്മൾ നേരെ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയും നോ വോൾട്ട് കോയിലിലേക്ക് ഉണ്ടാകുന്ന സപ്ലൈ കട്ടാവുകയും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന സമയത്ത് അതിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ആക്സിലറി കോണ്ടാക്റ്റ് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോവുകയും സപ്ലൈ കട്ട് ഓഫ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് സിംപ്ലി ഒരു DOL ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർട്ടറാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നമുക്ക് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർ കണക്ഷനിലും ഡെൽറ്റ കണക്ഷനിലും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് സ്റ്റാർ കണക്ഷൻ, എന്താണ് ഡെൽറ്റ കണക്ഷൻ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. എപ്പോഴും നമ്മൾ സ്റ്റാർ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റാർട്ടർ വൈൻഡിങ്സ് സ്റ്റാർ കണക്ഷൻ പാറ്റേണിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എല്ലാ ഫേസിനും അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3 ആയിരിക്കും. ഓക്കെ, ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3 ആയിരിക്കും സ്റ്റാർ കണക്ഷനകത്ത് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. സിമിലർലി അതിനകത്ത് എന്തുണ്ടായിരിക്കും, വോൾട്ടേജ് റിഡക്ഷൻ സംഭവിക്കും. ടു നോർമൽ വോൾട്ടേജിൻ്റെ 1/3 ടൈംസ് ഓഫ് വോൾട്ടേജ് റിഡക്ഷൻ സംഭവിക്കും സ്റ്റാർ കണക്ഷനിലാകുമ്പോൾ. ദെൻ നമ്മൾ ആ ഒരു ഇതിൽ മോട്ടോർ അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് മോട്ടോർ എഗെയിൻ അതിൻ്റെ ഒരു റണ്ണിങ് സ്പീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ കണക്ഷൻ നേരെ ക്വിക്ക്ലി ചേഞ്ച് ടു റൺ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കണക്റ്റിങ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടിന് നേരെ ഡെൽറ്റ മോഡിലേക്ക് ഒരു ലിവർ ഉപയോഗിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഡെൽറ്റ മോഡിനകത്ത് ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ആയിരിക്കും. അതായത് നോർമലി അവിടെ ഉണ്ടാകുന്ന ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ്. ഓക്കെ, ഡെൽറ്റ കണക്ഷനകത്ത് ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ആണ്. സ്റ്റാർ കണക്ഷനകത്ത് ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ √3 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടീഷനകത്ത് സ്റ്റാർ കണക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് നമുക്ക് 1/3 റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അത് നോർമൽ റണ്ണിങ് മോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളതിനെ ഡെൽറ്റ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയും നമുക്ക് മോട്ടോറിനെ സേഫായ രീതിയിൽ റൺ ചെയ്യിക്കാനും സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്താണ് സ്റ്റാർട്ടർ, what are the different types of starter with a neat sketch and a brief explanation about this kind of starters. Okay, thank you. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം.